എല്ലാ മാന്യപ്രേക്ഷകർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് ഈ ഡ്യൂൺ HD എന്ന് പറഞ്ഞ പ്രീമിയർ 4K Pro എന്ന് പറഞ്ഞ ഒരു മീഡിയ പ്ലെയർ കം സ്ട്രീമിംഗ് ബോക്സ് രണ്ടും കൂടി ഉള്ള ഒരു സാധനത്തിൻ്റെ അൺബോക്സിംഗ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി ഉള്ള കമ്പനിയുടെ മീഡിയ പ്ലെയേഴ്സ്, ഫോർ എക്സാമ്പിൾ ZPT അതല്ലെങ്കിൽ ZDU ഇതുപോലെ മീഡിയ പ്ലെയർ ഇറക്കുന്നുണ്ട്. പക്ഷേ അതിലുള്ള പ്രശ്നം അത് ലിനക്സ് ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ അതിൽ സ്ട്രീമിംഗ് ആപ്സ് ഒന്നും അവൈലബിൾ അല്ല. മീൻസ് ഇൻസ്റ്റാൾ ചെയ്യാം, പക്ഷേ അതിന് കുറേ ബുദ്ധിമുട്ടുണ്ട്. ഇത് രണ്ട് സോഫ്റ്റ്വെയർസും കൂടി അടങ്ങിയതാണ്. അതായത് ആൻഡ്രോയിഡും ഉണ്ട്, ലിനക്സ് ബേസ്ഡുമാണ്. അപ്പോൾ ഇതിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് എല്ലാ ആപ്സും ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പെട്ടി ഒന്ന് നോക്കിക്കോളൂ. വളരെ മനോഹരമായ ഒരു ലോഗോയോടുകൂടി ഡ്യൂണിൻ്റെ ലോഗോവും പ്രീമിയർ 4K Pro. ഓക്കെ, അതിൽ 4K ഡോൾബി വിഷൻ, HDR10, ആൻഡ്രോയിഡ് TV സ്ട്രീമിംഗ് ബോക്സ് വിത്ത് നെറ്റ്ഫ്ലിക്സ് സർട്ടിഫൈഡ്, പിന്നെ ഡ്യൂൺ H മീഡിയ പ്ലെയർ സൊല്യൂഷൻ. അപ്പോൾ ഇതിലൊരു ഡ്രൈവിൻ്റെ ബേയും കൂടി കാണാം. 2.5 ഇഞ്ചിൻ്റെ ഒരു ഡ്രൈവ്, അതായത് കമ്പ്യൂട്ടറിലിടുന്ന ഹാർഡ് ഡ്രൈവ് കൂടി ഇതിൽ ഇടാവുന്നതാണ്. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടിരിക്കുന്ന ഫീച്ചേഴ്സ് HDMI 4GB റാം, 32 GB മെമ്മറി, 1 GB ഈത്തർനെറ്റ് പോർട്ട് ഉണ്ട്, ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ എംലോജിക് 6905X എന്നിട്ടൊരു മീഡിയ പ്ലെയർ ഇതിലുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സിംഗ് ചിപ്പ് ഉണ്ട്. 64-bit ക്വാഡ് കോർ പ്രോസസ്സറാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ഭാഗം കൂടി നമുക്കൊന്ന് നോക്കാം. ഇതിനടിയിൽ ഇതിൻ്റെ ഓരോ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഡോൾബി അറ്റ്മോസ്, DTS:X, അതുപോലെ തന്നെ ഡോൾബി ട്രൂ HD, ഐറസ് ഓഡിയോ, പിന്നെ DTS HD മാസ്റ്റർ ഓഡിയോ, എല്ലാ ഫയൽസും. അതുപോലെ തന്നെ പാട്ടാണെങ്കിൽ വേവ്, ഫ്ലാക്ക്, ആപ്പിൾ ലോസ്ലെസ് ഓഡിയോ, അതുപോലെ തന്നെ മൂവീസ് ആണെങ്കിൽ പിന്നെ ബ്ലൂറേൻ്റെ കോപ്പി, അതുപോലെ തന്നെ MKV ഫയൽസ്, ഇതെല്ലാം പ്ലേ ചെയ്യുന്നതാണ്. നമുക്കിതൊന്ന് തുറന്നിട്ട് നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞത് മനോഹരമായ ഒരു പാക്കിങ്ങിൻ്റെ ഉള്ളിൽ ആ പ്ലെയറിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ പ്ലെയർ ഒന്ന് ആ ബാഗിൽ നിന്ന് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ കവറ്. കവറിൻ്റെ ഉള്ളിൽ ഞാൻ ഊരാൻ പോവാണ്. അതിമനോഹരമായ ഒരു യൂണിറ്റ് തന്നെയാണ്. അതിൻ്റെ മേലെ നിങ്ങൾക്ക് ഡ്യൂൺ HD എന്നുള്ള ലോഗോ കാണാം. ഒരു മെറ്റൽ ബോഡിയാണ്. 2 ആൻറ്റിന ഇതിലുണ്ട്. മുമ്പിൽ ഇതൊരു കാണുന്നത് ഒരു LCD ഡിസ്പ്ലേ ആണ്. ഇതാണ് നേരത്തെ പറഞ്ഞ ബേ. ഇതിൽ നിങ്ങൾക്ക് ഹാർഡ് ഡ്രൈവ് ഇങ്ങനെ തുറന്നിട്ട് ഹാർഡ് ഡ്രൈവ് വീണ്ടും ഇട്ടിട്ട് പൂട്ടാവുന്നതാണ്. ഇതിന് പുറമെ സൈഡിൽ 2-3 പോർട്ട് കാണാം. ഈ പോർട്ടിൻ്റെ ഉദ്ദേശം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി അഥവാ ഇതിൽ കൊള്ളാത്ത ഹാർഡ് ഡിസ്ക്, ഇത് 3.5 ഇഞ്ചിൻ്റെ ഹാർഡ് ഡിസ്ക് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇതിനും മീൻസ് ഇതിൽ കൊള്ളാത്ത ഹാർഡ് ഡിസ്ക് ആണെങ്കിൽ ഈ USB 3.0 വഴി ഞങ്ങൾക്കത് കണക്ട് ചെയ്തിട്ട് അത് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഇതിൽ കണക്ട് ചെയ്യാം. ഇതിൻ്റെ പുറകു വശത്ത് ഇതിൻ്റെ അഡാപ്റ്റർ കുത്താനുള്ള ഒരു സ്ഥലമുണ്ട്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഡയറക്റ്റായിട്ട് ഇതിന് കുത്താം. ഒരു HDMI ഔട്ട് ഇതിലുണ്ട്. ഓഡിയോ വീഡിയോ ഔട്ടാണിത്. 2.1 ആണ് ഇതിൻ്റെ വേർഷൻ. HDCPC 2.2 വേർഷൻ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇതൊരു AV ഔട്ട് ജാക്കാണ്. അതുപോലെ തന്നെ ഇത് വന്നിട്ട് ഒരു അഡീഷണൽ USB ആണ് പവറിന് വേണ്ടിയിട്ടുള്ളത്. സൈഡിൽ വെൻറ്റിലേഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിമനോഹരമായ ഒരു യൂണിറ്റാണ്. ബാക്കിൽ ഇതിൻ്റെ മേക്കും സീരിയൽ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ യൂണിറ്റ്. ഇനി ഇതിൻ്റെ കൂടെ വരുന്ന ആക്സസറീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതതിൻ്റെ യൂസർ മാനുവലാണ്. ഓക്കെ, ഇതിൻ്റെ കൂടെ വരുന്ന സംഗതികൾ എന്തൊക്കെയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിൻ യൂണിറ്റ്,
പവർ കേബിൾ, HDMI കേബിൾ, റിമോട്ട്, ബാറ്ററി, പിന്നെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്. ഓക്കെ, അത് സൈഡ് വെക്കാം. ഇതൊരു ബോക്സിനൊരു ഇതൊരു കാർഡ്ബോർഡ് പെട്ടീനടിയിലാണ് ബാക്കിയുള്ള ആക്സസറീസൊക്കെ കൊടുത്തിട്ടുള്ളത്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഇത് നമ്മുടെ HDMI കേബിളാണ്. ഇതിന് കൂടെ തന്നെയുള്ള കേബിളാണ്. നല്ല ക്വാളിറ്റിയുള്ള HDMI കേബിൾ കൊടുത്തിട്ടുണ്ട്. നമുക്കത് മാറ്റി വെക്കാം. പിന്നെ ഉള്ളത് ഇതിൻ്റെ റിമോട്ട് കൺട്രോളാണ്. അതിമനോഹരമായ റിമോട്ട് കൺട്രോളാണ്. പക്ഷേ വലിയ ഒരു എന്താ പറയുക, ഫ്ലിംസി ഒന്നുമല്ല, പക്ഷേ പ്ലാസ്റ്റിക് റിമോട്ടാണ്. വെൽ ലേഡ് ബട്ടൺസാണ് ഇതിൽ. പിന്നെ നിങ്ങൾക്ക് കാണാം, സിരി ആണോ അതോ വോയിസ് അസിസ്റ്റൻറ്റിൻ്റെ ഡയറക്റ്റ് ബട്ടൺ ഉണ്ട്. പിന്നെ ഒരു സോഫ്റ്റ് ടച്ച് ഇതിനുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം ഇതിനുള്ള ഡെഡിക്കേറ്റഡ് സ്വിച്ചസ് ഇതിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും മാറ്റി വെക്കാം. പിന്നെ ഇതിലുള്ളത് നമ്മുടെ അഡാപ്റ്ററാണ്. അപ്പോൾ ഇത് അഡാപ്റ്റർ 2-3 ഭാഗമായിട്ട് ഇതിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ നോക്കണം. ഓക്കെ, ഇതെങ്ങനെ ഫിക്സ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇതിനുള്ളിൽ കണക്ട് ചെയ്ത്, ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഒന്നെങ്കിൽ 3 പിൻ കൊടുക്കണമെങ്കിൽ 3 പിൻ കൊടുക്കാം, അല്ലെങ്കിൽ 2 പിന്നെങ്കിൽ 2 പിൻ കൊടുക്കാം. അതായത് ഇതിൻ്റെ പവർ വോൾട്ടേജ് വേരിയേഷൻ, അതായത് പുറമേത്തുള്ള കൺട്രീസും ഉപയോഗിക്കാം. ഇന്ത്യത്തെ വോൾട്ടേജ് അതായത് 240 വാട്ട്സ് വരെ ഇതിന് ഉപയോഗിക്കാം. ഇതിന് പുറമേ ഇതിന് വേറെ ടൈപ്പ് പ്ലഗ് ഉണ്ട്. മീൻസ് ഓരോ കൺട്രിക്ക് അനുസരിച്ചിട്ടുള്ള പ്ലഗ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ പിന്നെ നമ്മുടെ UHD പ്രോൻ്റെ അൺബോക്സിങ് വീഡിയോയിൽ ഉള്ള സാധനങ്ങൾ. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു പ്രാവശ്യം കൂടി ഞാൻ നേരത്തെ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ കൂടെ വരുന്ന ആക്സസറീസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്നുകൂടി നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൂടെ വന്ന ആക്സസറീസ്. നമ്മുടെ പെട്ടി, നമ്മുടെ മെയിൻ യൂണിറ്റ്, റിമോട്ട് കൺട്രോള്, അതുപോലെ തന്നെ HDMI കേബിള്, പവർ അഡാപ്റ്റർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മറ്റുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ, ദിസ് ഇസ് ജോർജ് സൈനിങ് ഓഫ്. Bye.